നമ്മളൊരു മെയിൻ്റനൻസ് വർക്കിന് പോകുമ്പോൾ എല്ലാ വർക്കും കഴിഞ്ഞ് പോകുന്ന സമയത്തായിരിക്കും ഈ ക്ലോസറ്റിൽ വെള്ളം വരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയാറ്. ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ്. അത് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ്. കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം ഫ്ലഷ് അടിച്ചു കഴിഞ്ഞാൽ 5-10 മിനിറ്റോ കഴിഞ്ഞിട്ടാണ് ആ ഫ്ലഷ് പിന്നെ നിറയുക. ഇപ്പോൾ ഇവിടെയും ഇതേ പ്രശ്നമാണ്. ജോൺസന്റെ ക്ലോസറ്റ് ആണ്, അധികം പഴക്കമൊന്നുമില്ല. അപ്പോൾ ഈ ക്ലോസറ്റ് കമ്പനിക്കാരെ പ്രശ്നം ഉണ്ടായിട്ടല്ല, അവർ പ്രഷർ പമ്പ് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പ്രഷർ പമ്പ് ഉള്ള വീടുകളിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ പ്രഷർ പമ്പ് ഇല്ലാത്ത വീടുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. ഞാൻ ചെയ്ത പോലെ ഈ ഫ്ലോട്ടിൻ്റെ ഒരു വാഷ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ പ്രോബ്ലം, ഈ വെള്ളം വരാത്ത പ്രശ്നം അവിടെ നിൽക്കും കേട്ടോ. പ്രഷർ പമ്പ് ഉള്ള വീടുകളിൽ ചെയ്യരുത്. പ്രഷർ പമ്പ് ഇല്ലാത്ത വീടുകളിൽ, ഒറ്റ നില വീട് അല്ലെങ്കിൽ 2 നില വീടുകളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടില്ല, നേരത്തെ കണ്ടതിനെക്കാട്ടിലും ഒരുപാട് സ്പീഡിൽ വെള്ളം വരുന്നുണ്ട്. അതായത് ആ ട്യൂബിൽ കൂടിയും അതേപോലെ ഇതിൻ്റെ ഫ്ലോട്ടിൻ്റെ സൈഡിൽ കൂടിയും നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിൽ ഈ വാഷർ കട്ട് ചെയ്താകത്ത് നിൽക്കുന്ന സമയത്ത് എന്താവും വെച്ച് കഴിഞ്ഞാൽ വാഷർ ടൈറ്റ് ആയിട്ട് വെള്ളത്തിന് പ്രഷർ കൊടുക്കുന്ന ലെവലിൽ പൊങ്ങില്ല. അതാണ് ഇതിൻ്റെ വാഷർ കട്ട് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഇത് ഭൂരിഭാഗം ഫ്ലോട്ടിൽ ഇങ്ങനെ തന്നെ അവസ്ഥ. നിങ്ങൾ കമ്പനി കൊടുക്കുന്ന ഫ്ലോട്ട് മാറ്റി മാർക്കറ്റിൽ കിട്ടുന്ന ലോക്കൽ ഫ്ലോട്ട് കൊണ്ടൊന്ന് വെക്കരുത്. കാരണം വെള്ളം വരാൻ വേണ്ടി ലോക്കൽ വെക്കും, പക്ഷേ കമ്പനിയുടെ അത്ര ക്വാളിറ്റി കിട്ടില്ല. ചിലപ്പോൾ 2 വർഷം 1 വർഷം കഴിയുമ്പോഴത്തേന് പിന്നെ അത് മാറ്റാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലയിൻറ്റ് സോൾവ് ആക്കിയിട്ടുണ്ട്. ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 450 കേട്ടോ.